ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ തക്കാളി കുടിച്ചിട്ട് എല്ലാവരെയും കൊതിപ്പിച്ചുകൊണ്ട് പറയാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ആരും പറയരുത് ഇനി ഞാൻ വെളുക്കണില്ല അല്ലെങ്കിൽ എൻ്റെ മുഖം ബ്രൈറ്റ് ആവണില്ല എന്ന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു നല്ലൊരു ഫേഷ്യൽ പാക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫേഷ്യലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ചാനലിലേക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നത്. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേര്, ലൈക്ക് ചെയ്തിട്ടേര്. അപ്പോൾ ഞാൻ ഇനി കാര്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ മിൽക്ക് ഉപയോഗിച്ച് നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യണം ഫസ്റ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലെൻസ് ചെയ്യണം. നമ്മൾ കണ്ണിൻ്റെ അടിയിലും കണ്ണിൻ്റെ മുകളിലും ഒക്കെ തേക്കാട്ടോ. ക്ലെൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ തേക്കാം, താഴേന്ന് മുകളിലോട്ട്. അതുപോലെ താഴേന്ന് മുകളിലോട്ട് ചെയ്യാം. മൂക്ക്, ഒന്ന് മസാജ് ചെയ്ത് തേച്ചാലും കുഴപ്പമില്ല കേട്ടോ. നല്ലോണം ക്ലെൻസ് ചെയ്യാം. കാരണം ഇപ്പം നമ്മൾ ഓണായിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് ഡ്രസ്സ് എടുക്കാനും അതിലൊക്കെ ഓരോ കാര്യങ്ങൾക്കൊക്കെ നടന്ന് ഓരോ വീടുകളിലൊക്കെ പോയി നമ്മുടെ ഫേസൊക്കെ കുറേയൊക്കെ ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ലൊരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി എടുക്കാം. അരിപ്പൊടി, റൈസ് പൗഡർ, അരിപ്പൊടി എടുത്തിട്ട് ഞാൻ ഇത് തക്കാളി ജ്യൂസാണ്. തക്കാളി മിക്സിയിൽ അടിച്ചു വെച്ച ജ്യൂസാണിത്. ആ ജ്യൂസ് ഇതിലോട്ടൊരു കുറച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കണ്ടോ. അരിപ്പൊടി നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ്. മുഖത്തിൻ്റെ ടാൻ പോവാനും മുഖം ബ്രൈറ്റ് ആവാനും പിന്നെ നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ മാറാനും നല്ലത്. അപ്പോൾ നമ്മൾ പ്രായമായി വരുന്തോറും നമ്മുടെ സ്കിന്നെല്ലാം കുറേ ഡള്ളായി വരുമല്ലോ. അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല കുറച്ച് ബെറ്റർ ആക്കാൻ നല്ലതാണ് ഈ അരിപ്പൊടിയും. തക്കാളി നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് തക്കാളി. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടെ തക്കാളി ഒഴിക്കുകയാണ് കേട്ടോ. നമ്മളൊക്കെ ഓണമൊക്കെ ആയിട്ട് എല്ലായിടത്തും പോയി നമ്മുടെ മുഖമൊക്കെ കുറച്ച് ഡള്ളായിട്ടിരിക്കുകയാണ് എല്ലാവരുടെയും. മിക്കവരുടെയും മുഖം തന്നെ കുറച്ച് ഡള്ളായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് പരട്ടാം. എൻ്റെ മുഖത്ത് പരട്ടണേ. മുഖത്ത് നല്ല കട്ടി തന്നെ പരട്ടണം. ഈ പരട്ടിയിട്ട് നമ്മൾ നല്ല മസാജ് ചെയ്യണം മുഖം നിറയെ. അപ്പം ഞാനിത് മുഖത്ത് മൊത്തം പരട്ടിയാണ്. മുഖത്ത് നമ്മൾ നല്ലതുപോലെ പരട്ടണം കേട്ടോ. നമ്മൾ അരിപ്പൊടി നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ്. കാരണം ഞാൻ പറഞ്ഞത് നേരത്തെ ഫേഷ്യൽ പറഞ്ഞ കൊറിയക്കാരുടെയൊക്കെ അവരെല്ലാം എല്ലാ സാധനങ്ങളിലും ഉപയോഗിക്കുന്നത് ഈ അരി വെച്ചിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കും അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ നമുക്കതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. കൊറിയക്കാരി ആയില്ലെങ്കിലും കുറച്ച് ബെറ്റർ ആവുമെന്ന് നോക്കാമല്ലോ. അപ്പം അതുപോലെ തന്നെ ഈ തക്കാളിയിൽ ഒത്തിരി മിനറൽ ഒത്തിരി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നല്ല ഘടകങ്ങളൊക്കെ അടങ്ങിയേക്കുന്നതാണല്ലേ നമ്മൾ തക്കാളി ജ്യൂസ്. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ തന്നെ കുടിച്ച് അത് നമ്മൾ തക്കാളിയിൽ ഒത്തിരി പോഷകങ്ങളുണ്ട്. നമ്മൾ കുടിച്ചാലും നല്ലതാണ് തക്കാളി. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാനൊരു ഗ്ലാസ് തക്കാളി ജ്യൂസ് കുടിച്ചാൽ തക്കാളി പോലെ ആവുമെന്നല്ലേ പറയണേ. അപ്പോൾ തക്കാളി പോലെ ആയില്ലെങ്കിലും കുറച്ചൊക്കെ ആകാണ്ടിരിക്കുമോ. അപ്പോൾ നമുക്ക് തക്കാളി ജ്യൂസ് ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം കുടിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പിന്നെ തക്കാളി ശരീരത്തിൽ
ചില അസുഖങ്ങൾക്ക് ഉപയോഗിക്കില്ല, പ്രോട്ടീനൊക്കെ എന്തോ കൂടുതൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്. അങ്ങനെയുള്ളവർ അവോയ്ഡ് ചെയ്യാം. നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും അനീമിക്കും മറ്റ് പല പല പ്രശ്നങ്ങളും ആണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ കുടിച്ചെന്നും പറഞ്ഞ് കുഴപ്പമില്ല, അങ്ങനെ പ്രോബ്ലം ഉള്ളവർ മാത്രം കഴിക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഞാൻ ഈ കഴുത്തിലും പരത്തി, നമ്മൾ എന്ത് പരത്തിയാലും അത് കഴുത്തിലും പരത്താൻ നോക്കണേ. അപ്പോൾ ഇനി ഇത് ഒന്ന് ഇതായിരിക്കുമ്പോൾ നമ്മൾ നല്ലോണം മസാജ് ചെയ്യണം. ആ മസാജ് ചെയ്യണതിലാണ് കാര്യം ഇരിക്കുന്നത്. ഒരു 10 മിനിറ്റോളം ഞാൻ ഈ മുഖത്ത് ഇത് വെച്ചു കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മുടെ മുഖത്ത് വലിച്ച് അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല ഇതാവത്തുള്ളൂ. അതിനുശേഷം ഞാൻ ഈ എൻ്റെ മുഖം നല്ലോണം മസാജ് ചെയ്യാൻ പോണേണ്. നിങ്ങൾ അതേപോലെ തന്നെ മസാജ് ചെയ്യണം. ഇങ്ങനെ അല്ലോ ഈ താടിയുടെ ഇവിടെ നമ്മുടെ താടി, നമ്മൾ പ്രായമാകും തോറും നമ്മുടെ താടി ഇവിടെ നമ്മൾ സാഗായി തുടങ്ങും. അപ്പം അതില്ലാണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ മസാജ് ചെയ്യണേ ഇവിടുന്ന്. കണ്ണിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അതിൽ ശക്തി ഉപയോഗിച്ച് ചെയ്യേണ്ട, വെറുതെ ചെന്തിലായിട്ട് ചെയ്താൽ മതി. നല്ല ബ്ലഡ് സർക്കുലേഷൻ വരാനും അതുപോലെ തന്നെ നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടെയുള്ള ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിലും വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിലൊക്കെ മാറാനും ഒക്കെ നല്ലതാണ്. മൂക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം. മൂക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം. കൈ ഇങ്ങനെ മടക്കി വെച്ച് മസാജ് ചെയ്താലും കുഴപ്പമില്ല. വേണ്ട, അതെ നല്ലതുപോലെ മസാജ് ചെയ്യണം. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ നല്ലോണം മസാജ്, കട്ടിയിലല്ല കേട്ടോ, പതുക്കെ ഇങ്ങനെ ജെന്റിലായിട്ട് പതുക്കെ മസാജ് ചെയ്യണം. കണ്ണിൻ്റെ അടിയിൽ പ്രശ്നങ്ങളുള്ളൊരു പതുക്കെ പണികൾ കുറച്ചിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് അലർജി എന്തെങ്കിലും, പാലിന് അലർജി ഉള്ളവരാണെങ്കിൽ തൈര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് ഫലം, അലർജി ഉള്ളവർ വെള്ളത്തിൽ ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് തൈര് ആണ് അവരുടെ സ്കിന്നിന് സ്യൂട്ട് ആണെങ്കിൽ തൈര് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. പാലാണ്, മിൽക്കാണ് സ്യൂട്ട് ചെയ്യണമെങ്കിൽ അതനുസരിച്ച്. ഇപ്പം എൻ്റെ സ്കിന്നിന് എനിക്ക് സ്യൂട്ടായിട്ട് തോന്നിയേക്കുന്നത് മിൽക്കാണ്. ഞാനതുകൊണ്ട് മിൽക്ക് ഉപയോഗിക്കുന്നത്. രണ്ടും ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ സ്കിന്ന് ചിലർക്ക് പ്രോബ്ലം ഉള്ളവർ വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി. വാട്ടർ വേണ്ടല്ലോ, നമ്മൾ തക്കാളിയുടെ ജ്യൂസിൽ ഇത് മിക്സ് ചെയ്യേണ്ടത്. തക്കാളി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിലാണ് നമ്മൾ ചെയ്യണത്. ഇനി നമ്മൾക്ക് ഈ ഫേസിൽ നല്ലതുപോലെ ഇതായി. ഇനി ഒരു 5 മിനിറ്റ് വരെ ഇങ്ങനെ നിൽക്കാം. എന്നിട്ട് ഞാൻ കഴുകിയിട്ട് വരാം, ഇല്ല തുടച്ചെടുക്കാം. അപ്പം നല്ലോണം മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം ഈ തുണി വെച്ച് നമ്മൾ തുടച്ചെടുക്കേട്ട.
പതുക്കെ തുടച്ചെടുക്കണം, അല്ലെങ്കിൽ കഴുകിയെടുക്കണം. കാരണം സ്ക്രബിന്റെ പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കഴുകിയെടുക്കണം. ഞാനിപ്പോൾ തുടച്ച് കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ എൻ്റെ സ്കിന്നിന് വന്ന മാറ്റം കാണിച്ചു തരാനാണ്. കണ്ടോ ഓൾറെഡി എൻ്റെ സ്കിന്നിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി മാറിയിട്ടുണ്ട്. അതാ എനിക്ക് കിട്ടിയ ആ റിസൾട്ടാണ് ഞാൻ കാണിക്കണത്. അപ്പോൾ സ്കിൻ്റെ തുടച്ചപ്പോൾ തന്നെ നല്ലൊരു മാറ്റം ഉണ്ട്. കണ്ടോ അപ്പൊ എല്ലാവരും ഭയങ്കര ശക്തിയോടുകൂടി തുടക്കരുത് കേട്ടോ. പതുക്കെ തുടച്ചെടുക്കാൻ പറ്റുള്ളൂ. കണ്ണിൻ്റെ അവിടെയൊക്കെ നിങ്ങൾ കണ്ണിൻ്റെ അവിടെ ഇടുന്നുണ്ടെങ്കിൽ പതുക്കെ തുടച്ചെടുക്കണം. എൻ്റെ സ്കിന്നിൽ ഇവിടെ ഓൾറെഡി ഡോട്ട്സ് ഉണ്ട്. അപ്പം ഞാൻ അത് പോകാൻ വേണ്ടി ഞാൻ മിക്ക പാക്കുകളും ഇടും. പിന്നെ നമ്മൾ പ്രായമാകും തോറും നമ്മുടെ സ്കിൻ ടാൻ ആവും, സാഗാവും, ടാൻ ആവും, ഒത്തിരി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസം ഇങ്ങനെ ചെയ്യണത് നല്ലതാണ്. ഏതെങ്കിലും ഫേഷ്യലോ പാക്കൊക്കെ ഇടുന്നത് നല്ലതാണ്. എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, അത് കാരണം ഞാൻ നിങ്ങളോട് പറയണത്. എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. ആ മിക്സ് ചെയ്ത് വെച്ചില്ല ആദ്യത്തെ ആ പാത്രത്തിൽ തന്നെ കേട്ടോ, അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് തക്കാളി ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് പിന്നെ ചെയ്യുമ്പോൾ കുറച്ച് പാലാണ് കേട്ടാ. കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് നല്ലോണം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യട്ടോ. 3 കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലിടണം. മറ്റേ നേരത്തെ നമ്മൾ നല്ലോണം സ്ക്രബ് ചെയ്ത് കളഞ്ഞു. ഇനി ഇത് നമ്മൾ പാക്ക് പോലെ ഇടണം. പാക്ക് പോലെ നമ്മൾ ഈ അരിപ്പൊടി വെച്ച് എന്ത് ചെയ്താലും നമ്മുടെ സ്കിന്നിന് നല്ലതാ. നമ്മുടെ സ്കിന്നിന് നല്ല ചോറ് നമ്മൾ അരച്ച് മുഖത്തിടണം നല്ലതാ എന്നൊക്കെയാണ് പറയുന്നത്. നല്ല ഗ്ലോ കിട്ടും. അപ്പൊ നമ്മളിപ്പോ അരിപ്പൊടി വെച്ച് ഇനി പാക്ക് ഇടാൻ പോണേണ്. അപ്പൊ നമുക്ക് പാക്ക് ഇടാം. അരിപ്പൊടി, മിൽക്ക്, പിന്നെ ടൊമാറ്റോ സൂപ്പ്, അതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് മുഖത്തിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഡ്രൈ ആവും. ഭയങ്കര ഡ്രൈ ആവാൻ നിൽക്കണ്ട. നമുക്ക് നമ്മുടെ മുഖത്തിന് വലിച്ചെടുത്തിട്ട് അതൊരു ചെറുതായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല. അപ്പം നമ്മൾ പോയി കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മോയ്സ്ചർ ക്രീം പരട്ടുക, അല്ലെങ്കിൽ ഒരു സൺസ്ക്രീൻ പരട്ടുകയൊക്കെ ചെയ്യാം. നമ്മൾ ഇത് കഴുകി മുഖം കഴുകുമ്പോൾ ഐസ് വാട്ടറിൽ കഴുകാൻ നോക്കണം കേട്ടോ. നമ്മൾ ഐസ് വാട്ടറിൽ കഴുകണം. ഇത് രണ്ടാമത് നമ്മൾ കഴുകൂലേ, ഇത് പാക്ക് ഇട്ടിട്ട് നമ്മൾ കഴുകുമ്പോൾ ഓർഡിനറി വാട്ടറിൽ കഴുകിയാൽ കുഴപ്പമില്ല. പക്ഷെ ഐസ് വാട്ടറിൽ ഇടുമ്പോൾ നമ്മുടെ ഈ അടഞ്ഞിരിക്കണ ഇപ്പൊ പോസ്റ്റൊക്കെ തുറന്നിരിക്കണം. അത് നമ്മുടെ അടയാനും രക്തോട്ടം ഉണ്ടാവാനും ഭയങ്കരമായിട്ട് രക്തോട്ടം ഉണ്ടാവാനും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവാൻ സഹായിക്കും. അപ്പൊ നമുക്കൊരു നേരിയ ഒരു കോൾഡ് വാട്ടറിൽ ജലദോഷം അങ്ങനെയുള്ളവര് പ്രശ്നങ്ങളുള്ളവരൊന്നും വേണ്ട കേട്ടോ. അവർ സാധാ വെള്ളത്തിൽ കഴുകിയാൽ മതി. അല്ലാത്തവർക്ക് ഒരു ചെറിയ തണുത്ത വെള്ളത്തിൽ കോൾഡ് വാട്ടറിൽ കഴുകി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ പാക്ക് ഇട്ടിട്ട് കാണാം. അപ്പൊ ഞാൻ ഫേസ് മൊത്തം അപ്ലൈ ചെയ്തു. ഇനി ഇതൊന്ന് ഒരു 10-15 മിനിറ്റ് വരെ ഇത് നമ്മൾ ഡ്രൈ ആവാൻ വെക്കണം. അപ്പൊ ഡ്രൈ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ കോൾഡ് വാട്ടറിൽ കഴുകാം. അപ്പൊ ഞാൻ എല്ലാവരോടും പറയാൻ പോണത് എന്താന്ന് വെച്ചാൽ, നമ്മള് ഒരു ദിവസം ഇപ്പൊ ഇത് നമുക്ക് ഇപ്പൊ തന്നെ ഇതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല ഇതായിരിക്കും കാണുമ്പോ തന്നെ. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്താൽ നല്ല എഫക്റ്റ് ആവും. പിന്നെ അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ചെയ്യാം.
പിന്നെ ജോലിക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് കഴുകി ഒന്ന് സ്ക്രബ് ചെയ്ത് ജസ്റ്റ് കഴുകി പാക്കൊന്നും ഇടണമെന്നില്ല, എല്ലാ ദിവസവും ചെയ്യാം. അപ്പോൾ പാക്കൊക്കെ നമുക്ക് വല്ല ആഴ്ചയിൽ 3 ദിവസമൊക്കെ കിട്ടും. അല്ലാത്തവർക്ക് പാക്ക് ഇട്ടിരിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ചെയ്ത് നല്ലോണം ഒന്ന് കഴുകി അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് പിടിക്കണ പോലെ ഇരുന്നിട്ട് കഴുകിക്കളയാം. ജോലിക്കാർക്ക് വീട്ടിൽ ഇരിക്കണവർക്കാണ് ഇങ്ങനെയൊക്കെ ഓരോന്നും ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. ആ സമയം ജോലിക്കൊക്കെ പുറത്ത് ജോലിക്ക് പോകുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ സമയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ജ്യൂസ് അടിച്ചു വെച്ചിട്ട് ഒരു പാത്രത്തിൽ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, തക്കാളി ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, പാല് മിക്കപ്പോഴും നമ്മുടെ ഓൾറെഡി വീടുകളിൽ കാണും, അരിപ്പൊടിയൊക്കെ കാണും. പിന്നെ അടിച്ചു വെക്കാത്ത തക്കാളി ജ്യൂസ് ആയിരിക്കും. അത് നമ്മൾ തക്കാളി കുറച്ച് ഒരു പാത്രത്തിൽ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരാഴ്ച കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി നമ്മൾ കഴുകി കളഞ്ഞിട്ട് നമ്മൾ പിന്നെ സോപ്പൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു സൺസ്ക്രീമോ മോയ്സ്ചറിങ് ക്രീമോ ഒരു നിവിയയുടെ പോൺസിൻ്റെ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രീം എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റായിട്ട് വരും. അപ്പം എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ ഫേസ് നല്ലതുപോലെ ഡ്രൈ ആയി. ഇനി ഞാൻ മുഖം തുടയ്ക്കാൻ പോണേണ്. ജസ്റ്റ് ഒന്ന് തുടച്ച് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ കഴുകിയിട്ട് വരാം. അപ്പം ഒന്ന് വൃത്തിയാവത്തുള്ളൂ കേട്ടോ. നല്ലതുപോലെ തുടയ്ക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് കഴുകിയിട്ട് വരാം. കണ്ടോ സ്കിൻ കണ്ടോ വ്യത്യാസം കണ്ടോ? ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വരാം. കുറച്ച് ഡ്രൈ ആയിപ്പോയി. അപ്പം ഞാനൊന്ന് കഴുകി വൃത്തിയായിട്ട് വരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ മുഖം കഴുകിയിട്ട് വരാം. അപ്പം എൻ്റെ ഫേസ് ഉണ്ട് നല്ല ഫെയർ ആയില്ലേ? മുടിയൊക്കെ വെള്ളമായിരിക്കുകയാണ്. മുടിയൊക്കെ ഒന്ന് ഇതാക്കിയിടട്ടെ. അതിന് ശേഷം നമ്മൾ കുറച്ച് സൺസ്ക്രീമോ പരത്താം. ഞാനിപ്പോൾ കുറച്ച് സൺസ്ക്രീൻ പരത്തേണ്. അപ്പോൾ നമുക്ക് കുറച്ച് സൺസ്ക്രീൻ പരത്താം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ അത് പരത്താട്ടോ. ഇപ്പൊ സൺസ്ക്രീൻ പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറിങ് ക്രീം പരത്തി കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ പരത്തും. അപ്പം ഞാനിപ്പോൾ സൺസ്ക്രീൻ മാത്രം പരത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഫേഷ്യലിൻ്റെ റിസൾട്ട്. അപ്പോൾ നല്ല ഫെയർ ആയിട്ടില്ലേ? അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ചെയ്താൽ വളരെ ബെറ്റർ ആയിരിക്കും. നമ്മുടെ സ്കിന്നിന് നിങ്ങളുടെ സാഗായി തുടങ്ങുന്നതെല്ലാം ഒന്ന് നല്ല ഇതാവാനൊക്കെ നല്ലതായിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.